ശബരിമലയിൽ ഭക്തജനത്തിരക്കാണ്. ഇന്നലെ മാത്രം 1,00,000 ഭക്തരാണ് അയ്യനെ കാണാൻ ഇങ്ങനെ എത്തിയത്. ഇന്ന് രാത്രി ഹരിവരാസനം പാടി നട അടക്കുന്നതോടെ ഭക്തർക്കുള്ള ദർശന സമയം അവസാനിക്കും. മണ്ഡലകാലം പൂർത്തിയായിരിക്കുന്നു. തീർച്ചയായും. യെസ്. അരുൺ കൊടുങ്ങൂർ ഇപ്പോ ഇന്നോടുകൂടി അരുൺ കൊടുങ്ങൂർ. യെസ്. ഒന്നിലധികം അരുൺ ഉണ്ട്, അതുപോലെ ഒന്നിലധികം അശ്വതിമാരൊക്കെ ഉണ്ട്. യെസ്, കൺഫ്യൂഷനാണ്. യെസ്, അരുൺ കൊടുങ്ങൂർ ശബരിമലയിൽ അല്ലേ ഇന്നാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സമയം. ഈ സീസണിലുള്ള അവസാന ദിവസം ഇന്നാണ്. എങ്ങനെയുണ്ട് അവിടെ? ഭക്തർ ഒഴുകിയെത്തിയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ 1,00,000-ലധികം ഭക്തർ എത്തി എന്നുള്ളതാണ്. ഇന്ന് എത്ര പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് പ്രധാനപ്പെട്ട 2 ചടങ്ങുകളാണ് ശബരിമല സന്നിധാനത്ത് നടക്കുക. അതിലൊന്ന് പന്തളം കൊട്ടാരത്തിൻ്റെ കളഭമാണ്. ഉച്ചപൂജ സമയത്താണ് പന്തളം കൊട്ടാരത്തിൻ്റെ കളഭം നടക്കുക. അതിനുശേഷം വൈകുന്നേരത്തോടെ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ്. ആ ഒരു എഴുന്നള്ളിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്തായാലും ഈ 2 ചടങ്ങുകൾക്കാണ് ഇന്ന് ശബരിമല സന്നിധാനം സാക്ഷ്യം വഹിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ വൈകിട്ടാണ് ഗുരുതി നടക്കുക. ഗുരുതിക്ക് ശേഷമാണ് ഹരിവരാസനം പാടി നടയടക്കുക. ഇന്നുകൂടിയാണ് നെയ്യഭിഷേകം ഉള്ളത്. 10 മണിയോടെയാണ് നെയ്യഭിഷേകം അവസാനിക്കുക. എന്തായാലും 2 മാസക്കാലം നീണ്ട തീർത്ഥാടന കാലത്തിന് സമാപനമാക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി മാത്രമാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള ഒരു അനുമതി ഉള്ളത്. നാളെ രാത്രി 10 മണിയോടെ ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇതിനുശേഷം പിറ്റേ ദിവസം, അതായത് 20-ാം തീയതി പുലർച്ചെ രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനത്തിനായുള്ള അനുവാദം ഉള്ളത്. അതിനുശേഷം ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം രാജപ്രതിനിധിയും അതോടൊപ്പം തന്നെ പന്തളത്തിൽ നിന്ന് കൊണ്ടുവന്ന തിരുവാഭരണവും പടി ഇറങ്ങുന്നതോടെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമാകുകയാണ്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് 2 മാസക്കാലം നീണ്ട ഏറ്റവും പുണ്യം നിറഞ്ഞ ഏറ്റവും പവിത്രമായ ആ മണ്ഡല മകരവിളക്ക് കാലമാണ്. കേരളത്തെ അങ്ങാളം ഈ ഭക്തി സാന്ദ്രമാക്കി ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അയ്യൻ്റെ പൂങ്കാവനം ഒന്നാകെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ആ മണ്ഡല പൂജയും മകരവിളക്കും ഒക്കെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മകരവിളക്കിന് ശേഷമാണ് ശബരിമലയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വിശിഷ്ടമായ ചടങ്ങുകൾ നടക്കുക. അതിലൊന്ന് മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പാണ്. ഇന്നലെ വരെ മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ഭഗവാന്റെ 18-ാം പടിക്ക് താഴെയായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ നിന്നും ശരംകുത്തിയിലേക്കാണ് ആ എഴുന്നള്ളിപ്പ് പോകുക. അവിടെ നായാട്ടുപടിയുണ്ട്. അതിനുശേഷം ഭൂതഗണങ്ങളുമായി ആ എഴുന്നള്ളിപ്പ് തിരിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നു. അതിനുശേഷം ഹരിവരാസനം പാടി നടയടയ്ക്കുന്നു. നാളെ നെയ്യഭിഷേകമില്ല. നാളെ വൈകിട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഗുരുതിയാണ്. വൈകുന്നേരം 10 മണിയോടെ ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷമാണ് ഈ ഗുരുതി നടക്കുക. എന്തായാലും ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യമായ ഒരു ചടങ്ങിലൂടെയാണ് ശബരിമല സന്നിധാനം ഒന്നാകെ പോകുന്നത്. എന്തായാലും ഇന്നലത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ശബരിമല സന്നിധാനമുള്ളത്. ആ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ പ്രകടമാകുകയും ചെയ്യുന്നത്. ഇന്നലത്തെ കണക്ക് എടുക്കുമ്പോൾ 1,00,000-ഓളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി എത്തിയത്. ഇന്നും അതിന് സമാനമായ രീതിയിലേക്കുള്ള ഒരു തിരക്കുണ്ട്. 10 മണി വരെ മാത്രമാണ് നെയ്യഭിഷേകത്തിനുള്ള ഒരു അനുമതി ഉള്ളത്, നെയ്യഭിഷേകത്തിനുള്ള അവസരം ഉള്ളത്. എന്തായാലും പരമാവധി ഭക്തർക്ക് ദർശനം കൊടുക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഒരുക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ പമ്പയിലടക്കം ഭക്തരെ തടയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്ര വലിയ ഒരു തിരക്കിലേക്ക് പോയിരുന്നു. എന്തായാലും ഈ 2 ദിവസങ്ങൾ കൂടി വലിയ തിരക്കുണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം മകരവിളക്ക് സമയത്ത് വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. 35,000 തീർത്ഥാടകർക്ക് മാത്രമായിരുന്നു ഈ സമയത്ത് ദർശനം ഒരുക്കുകയും അനുമതി നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ്, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ്, ഭക്തിയുടെ പാരമ്പര്യത്തിലാണ് ഭഗവാന്റെ പൊന്നു സന്നിധാനം. അനിൽ നമ്പ്യാർ.